ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഇതിനു വേണ്ടി 1 കപ്പ് മുളപ്പിച്ച പയറെടുക്കുന്നുണ്ട്. പയറിന് ചെറിയ മുള വരുന്നതേ ഉള്ളൂ. 1 കപ്പ് കടല മുളപ്പിച്ചതും കൂടി എടുക്കുന്നുണ്ട്. 2 വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 1 പച്ചമുളക്. ഇത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. 1 ചെറിയ കഷ്ണം സവാള, കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയിലയും കൂടി ഇട്ട് ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. അധികം സ്മൂത്ത് അല്ലാണ്ടാണ് അരച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഇതുപോലെ ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ടും കൂട്ടി അരച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ കളർ വന്നിട്ടുള്ളത്. 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് ഇത് കുറച്ചുകൂടി ഒന്ന് ലൂസാക്കി എടുക്കാം. ഇതിലേക്ക് 2 സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഗോതമ്പ് പൊടിക്ക് പകരം റാഗിപ്പൊടി ചേർത്താൽ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കുക. മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ തന്നെ ഇത് ചുട്ടെടുക്കുക. ഇത് നല്ലൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. മാവ് ഇതേപോലെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ദോശ ചുട്ടെടുക്കുക. ചൂടായ പാനിലേക്ക് കുറച്ച് ബട്ടറോ നെയ്യോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ദോശക്കല്ലിൻ്റെ വലിപ്പം അനുസരിച്ച് 1-2 തവി മാവൊഴിച്ച് ഇത് പരത്തിയെടുക്കുക. മുളപ്പിച്ച ധാന്യങ്ങളുടെ ഗുണം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഫ്ലെയിം മീഡിയത്തിലാക്കി 2 മിനിറ്റ് ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതിൻ്റെ മേലൂടെ കുറച്ച് ബട്ടറോ നെയ്യോ തൂവി കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും ഈ ദോശ കഴിക്കാൻ വേണ്ടി. ഇനി ഇതൊന്ന് തിരിച്ചിടാം. ഇതേപോലെ തിരിച്ചും മറിച്ചും ഇട്ട് ഇതൊന്ന് മൊരിയിച്ചെടുക്കണം. ഷുഗറും കൊളസ്ട്രോളും ഉള്ളവർക്ക് ഇത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. മുളപ്പിച്ച ധാന്യങ്ങൾ കഴിക്കുന്നത് കൊളസ്ട്രോളിൻ്റെ ലെവൽ കുറക്കാനും അമിതവണ്ണം കുറക്കാനും സഹായിക്കും. ബാക്കിയുള്ള ദോശയും ഇതേപോലെ തന്നെ ചുട്ടെടുക്കുക. ദോശ കഴിക്കാൻ പ്രത്യേകിച്ച് കറിയൊന്നും ആവശ്യമില്ല. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഇട്ട് അരച്ചത് കൊണ്ട് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. എന്നാൽ എല്ലാവർക്കും ഈ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഞാനിത് കഴിക്കുന്നത് നല്ലൊരു ടൊമാറ്റോ ചട്നീൻ്റെ കൂടെയാണ്. ഈ ടൊമാറ്റോ ചട്നി ഇതിനൊരു നല്ല കോമ്പിനേഷനാണ്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.